ഉടുമ്പൻചോല കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതെന്നും പാർക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നും സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ആവശ്യപ്പെട്ടു. വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു കയ്യേറ്റത്തെയും പാർട്ടി അംഗീകരിക്കില്ലെന്നും സലിംകുമാർ സിറ്റി വിഷനോട് പറഞ്ഞു. റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്ത കാരവാൻ പാർക്ക് അനധികൃതമായി തുറന്നു പ്രവർത്തിച്ചത് സിറ്റി വിഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ റവന്യൂ മന്ത്രിയടക്കം നേരിട്ടിടപെടുകയും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് കാരവാനുകൾ വീണ്ടും റവന്യൂ വകുപ്പ് സീൽ ചെയ്ത് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ ഉടുമ്പൻചോല പോലീസ് ക്രിമിനൽ കേസും എടുത്തിട്ടുണ്ട്. എന്നാൽ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഉടമയുടെ പേരിലുള്ള പട്ടയവും വ്യാജമാണെന്ന സംശയത്തിലേക്ക് എത്തിയിരുന്നു. നിലവിൽ ഉടമയുടെ പേരിലുള്ള പട്ടയത്തിലെ ക്രമനമ്പരായ 69/1-2 എന്നത് ഇല്ലാത്ത സർവേ നമ്പറാണെന്നും ജില്ലാ കളക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യമുന്നയിച്ച സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ രംഗത്തെത്തിയത്. ആ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുകയും ആ നടപടിയുടെ ഘട്ടത്തിൽ ഇപ്പോൾ ഭൂമി വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നിർത്തിവെപ്പിക്കുന്ന കാഴ്ച ഉണ്ടായിട്ടുള്ളത്. അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഗുരുതരമായ ആ വിഷയത്തെ സംബന്ധിച്ച് കയ്യേറ്റം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടികൾ ആവശ്യമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് പോകണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനോടും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം കൊടുക്കണമെന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സഖാവ് കെ രാജനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റം നടത്തിയതും ഒപ്പം പട്ടയത്തിലെ ക്രമക്കേടും അടക്കമുള്ള കാര്യങ്ങൾ സലിംകുമാർ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ